ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് ഫോർ ഓൾ. ഓൾറെഡി നമ്മൾ സെല്ലിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ PYQs ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഗ്രൂപ്പ് ഡി എക്സാമിന് വന്നിട്ടുള്ള 2025-26 വിവിധ ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുള്ള എല്ലാവിധ ചോദ്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിസീസസ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള കഴിഞ്ഞ 2025-26 ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും തന്നെ നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇൻ HIV ഇൻഫെക്ഷൻ ദ വിൻഡോ പീരീഡിനെ പറ്റിയാണ് ചോദ്യമുള്ളത്. HIV എന്ന് പറയുന്നത് എന്താണ്? HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്, അല്ലെ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV വൈറസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ ഈ വൈറസിന്റെ പേര്, HIVയുടെ ഫുൾ ഫോം ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV കാരണം ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ എയ്ഡ്സ് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വിൻഡോ പീരീഡ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ വിൻഡോ പീരീഡിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് വിൻഡോ പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതുമായിട്ട് NCERT പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുമ്പോൾ ബേസിക്കലി 9ാം ക്ലാസ് 10ാം ക്ലാസ് ലെവൽ സയൻസ് ടെക്സ്റ്റ് ബുക്കുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് കുറച്ച് ഹയർ ലെവലിലോട്ട് വന്നിട്ടുണ്ട്. അതായത് എക്സാക്ട്ലി നമ്മൾ NCERT നോക്കുകയാണെങ്കിൽ +2 NCERTയിലാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുക. +2 NCERT. സോ +2 NCERTയിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. There is always a time lag between the infection and appearance of AIDS symptom. ഈ HIV വൈറസ് കയറി ഉടനെ തന്നെ എയ്ഡ്സിന്റെ ലക്ഷണങ്ങൾ ശരീരം പ്രകടിപ്പിക്കാറില്ല. കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ 5-10 അതിലധികം വർഷങ്ങൾ അത് കഴിഞ്ഞിട്ടേ ചിലപ്പോൾ എയ്ഡ്സിന്റെ തക്കതായിട്ടുള്ള ലക്ഷണങ്ങൾ പുറമേക്ക് പ്രകടിപ്പിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ലാഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിൻഡോ പീരീഡ് എന്നുള്ള ടേമിൽ നമ്മൾ പറയുന്നത് വിൻഡോ പീരീഡ്. സോ ദ ടൈം ലാഗ് ബിറ്റ്വീൻ ദ ഇൻഫെക്ഷൻ ആൻഡ് അപ്പിയറൻസ് ഓഫ് എയ്ഡ്സ് സിംറ്റം, വൈറസ് കയറുന്നതും എയ്ഡ്സിന്റെ സിംറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിനിടയിലുള്ള ആ ഒരു ടൈം ലാഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറഞ്ഞ വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. ഈ പീരീഡ് എന്ന് പറയുന്നത് മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ നീളാറുണ്ട്. 5 മുതൽ 10 വരെ വർഷങ്ങൾ. അപ്പോൾ ഈ വിൻഡോ പീരീഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ HIV വൈറസുകൾ അല്ലെങ്കിൽ ബാക്ടീരിയകൾ നമ്മളെ ശരീരത്തിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന പുറമേ നിന്നുള്ള വസ്തുക്കളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേര് ആന്റിജനുകൾ എന്നാണ്. അപ്പോൾ ആന്റിജനുകൾ നമ്മുടെ ശരീരത്തിൽ കയറി കൂടിക്കഴിഞ്ഞാൽ ശരീരം അതിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അറ്റാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ ആന്റിബോഡീസ് എന്ന് പറയുക. അപ്പോൾ ആന്റിബോഡീസ് ആർക്കെതിരെയാണ്? ആന്റിജനെതിരെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിൻഡോ പീരീഡിലാണ് നമ്മൾ ആ അസുഖത്തിന് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ശരീരം ആവശ്യത്തിലധികം ആന്റിബോഡീസിനെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിൻഡോ പീരീഡിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ആന്റിബോഡീസ്, വിസിബിളായിട്ട് ആന്റിബോഡീസ് കാണാൻ സാധിക്കില്ല എന്നുള്ളത് ഈ ഒരു വിൻഡോ പീരീഡിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കില്ല? ആ ഒരു ആന്റിബോഡീസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഈ വിൻഡോ പീരീഡിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് മനസ്സിൽ സൂക്ഷിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇൻ HIV ഇൻഫെക്ഷൻ ദ വിൻഡോ പീരീഡ് റെഫേഴ്സ് ടു ദ ഫേസ് ഡ്യൂറിങ് വിച്ച് HIV ആന്റിബോഡീസ് ആർ നോട്ട് ഡിറ്റക്റ്റബിൾ ഇൻ ടെസ്റ്റ്. നമ്മൾ അസുഖത്തിന് വേണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ HIV വൈറസിനെതിരെയുള്ള ആന്റിബോഡീസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ എ ബാക്ടീരിയം? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ലൈംഗിക ബന്ധങ്ങളിലൂടെ പകരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ, അതിൽ തന്നെ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദീസ് ഇൻക്ലൂഡ്, ഇവിടെ ഈ ഒരു പാരഗ്രാഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളെ പറ്റിയാണ് പറയുന്നത്. ആ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ ദീസ് ഇൻക്ലൂഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സച്ച് ആസ് ഗൊണേറിയ ആൻഡ് സിഫിലിസ്. അപ്പോൾ നമ്മൾ STDസിനെ പറ്റിയാണ് പറയുന്നത്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അത് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്നുണ്ട്, അല്ലെ? ബാക്ടീരിയ കാരണം.
ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന STDസിന് 2 എക്സാമ്പിളാണ് കൊടുക്കുന്നത്. ഒന്ന് ഗൊണേറിയ എന്ന് പറയുന്ന ഡിസീസ്, രണ്ടാമത്തെ എന്താണ്, സിഫിലിസ് എന്ന് പറയുന്ന ഡിസീസ്. രണ്ടും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളാണ്. പക്ഷേ കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് എന്താണ്, ബാക്ടീരിയ ആണ്. ഇത് മാത്രമേ NCERT പറയുന്നുള്ളൂ. ഇനി വൈറസ് കാരണം ഉണ്ടാവുന്ന STD ഉണ്ട്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? വാർഡ്സ് എന്ന് പറയും, വാർഡ്സ്, WARTS. അടുത്തത് എന്താണ്, HIV AIDS ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത എയ്ഡ്സ്. അപ്പോൾ STDയിൽ വൈറസ് കാരണം പകരുന്നത് ഏതൊക്കെയാണ്? വാർഡ്സും അതുപോലെ തന്നെ എയ്ഡ്സും. വാർഡ്സ്, എയ്ഡ്സ്, എസ്സിൽ അവസാനിക്കുന്ന 2 രോഗങ്ങൾ. അപ്പോൾ ഇവിടെ S കണക്ഷൻ കണ്ടോ, വൈറസ്, വാർഡ്സ്, എയ്ഡ്സ്. ഇനി ബാക്ടീരിയ കാരണം ഗൊണേറിയ, അതുപോലെ തന്നെ സിഫിലിസ്. ഗൊണേറിയ, സിഫിലിസ് ഓർത്തു വെക്കുക. ഈ ഒരു NCERT പാരഗ്രാഫിൽ നിന്ന് തന്നെയായിരിക്കും നമുക്ക് ഭാവിയിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ ചോദ്യം എങ്ങനെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ? ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ് അല്ലേ? ഏതൊക്കെയുണ്ട്? ഗൊണേറിയ. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്? സിഫിലിസ് ആണ്, GS എന്ന് ഓർത്ത് വെച്ചാൽ മതി, പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ, GS, ബാക്ടീരിയ കാരണം. അപ്പോൾ ഗൊണേറിയ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഗൊണേറിയ തന്നെയാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ A. HIV AIDS എന്ന് പറയുന്നത് വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു STD ആണ്. വാർഡ്സ് എന്ന് പറയുന്നത് വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു STD ആണ്. ടൈഫോയിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയ കാരണം പകരുന്ന ഒരു രോഗമാണ്. പക്ഷേ ഇയാൾ എന്തല്ല, ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ല, ലൈംഗിക ബന്ധങ്ങളിലൂടെയല്ല ഇത് പകരുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്. ബാക്ടീരിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വെള്ളത്തിലൂടെയാണ് കൂടുതലായിട്ടും ഈ ഒരു ഡിസീസ് പകരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. എ മാൻ കോൺട്രാക്ട്സ് HIV even though his partner is healthy. Which of the following behaviors from his personality could explain this? അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡിയിൽ ഈ തവണ വന്നിട്ടുള്ള ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. മിക്കവാറും എല്ലാ ചോദ്യങ്ങളും തന്നെ എന്താണ്, ഈ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ NCERT ടെക്സ്റ്റ് ബുക്ക് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് എന്താണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ ജീവിത കാലയളവിൽ ആർജിക്കുന്ന രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ അപര്യാപ്തതയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ഒരു അസോസിയേറ്റഡ് പാരഗ്രാഫാണ്. അതായത് ഇതൊരു പാരമ്പര്യ രോഗമല്ല, ഒരു കൂട്ടം രോഗലക്ഷണങ്ങൾ ഉൾപ്പെടുന്നതാണ് രോഗലക്ഷണ സഞ്ചയം, സിൻഡ്രോം എന്നതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. നമുക്ക് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് പോയിന്റുകളിലേക്ക് പോകാം. 1981 എയ്ഡ്സ് ആദ്യമായിട്ട് തിരിച്ചറിയപ്പെട്ടത് എന്ന് NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1981 വർഷം നോട്ട് ചെയ്യണം. 1981 എയ്ഡ്സ് അമേരിക്കയിൽ ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്തത്. ലോകത്തിലെ ഏതാണ്ട് 25 ദശലക്ഷം ജനങ്ങളെ ഈ രോഗം ഇതുവരെ കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിൻ്റെ പേരാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ, ജനിതക വസ്തു, ഈ ഒരു വൈറസിന്റെ ജനിതക വസ്തു എന്ന് പറയുന്നത് എന്താണ്? RNA ആണ്. ഓക്കെ, ഇനി ഈ രോഗം പകരുന്ന രീതി, രോഗാണു പകരുന്ന രീതി എന്ന് പറയുന്നത് എന്താണ്? രോഗാണുബാധിതനായ വ്യക്തിയുമായുള്ള ലൈംഗിക ബന്ധം വഴി, പ്രൊട്ടക്റ്റഡ് അല്ലാത്ത സെക്സ് വഴി പകരുന്നുണ്ട്. രോഗബാധിതരുടെ രക്തത്തിൻ്റെയും രക്ത ഉൽപ്പന്നങ്ങളുടെയും നിവേശനം വഴി, ഈ രോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗിയിൽ നിന്നുള്ള ഡയറക്റ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി, മയക്കുമരുന്ന് സിരകളിലേക്ക് കുത്തിവെക്കുന്നവർ പങ്കുവെക്കുന്ന രോഗാണുബാധിതമായ സൂചികൾ വഴി. അതായത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാതെ HIV ബാധിച്ച ഒരു വ്യക്തി കുത്തിവെച്ച നീഡിൽ നമ്മൾ വേറൊരാൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ പകരാറുണ്ട്. രോഗബാധിതയായ അമ്മയിൽ നിന്ന് പ്ലാസൻ്റ വഴി കുഞ്ഞിലേക്ക്, അങ്ങനെയൊക്കെയാണ് HIV പകരുന്നത്. അപ്പോൾ 4 രീതികളാണ് NCERT ടെക്സ്റ്റ് പറയുന്നത്. അതിലൊന്ന് രോഗാണുബാധിതനായ വ്യക്തിയുമായുള്ള ലൈംഗിക ബന്ധം, അടുത്തത് രോഗബാധിതരുടെ രക്തത്തിൻ്റെയും രക്ത ഉൽപ്പന്നങ്ങളുടെയും നിവേശനം, അടുത്തത് മയക്കുമരുന്ന് സിരകളിലേക്ക് കുത്തിവെക്കുന്നവർ പങ്കുവെക്കുന്ന സൂചികൾ വഴി, അതുപോലെ തന്നെ അമ്മയിൽ നിന്ന്, HIV ഉള്ള അമ്മയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിലേക്ക് പ്ലാസൻ്റ വഴി HIV പടരാറുണ്ട്. അപ്പോൾ ഒന്നിലധികം ലൈംഗിക പങ്കാളികളുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നവർ,
തുടർച്ചയായിട്ട് രക്തനിവേശനം ആവശ്യമുള്ള വ്യക്തികൾ, HIV ബാധിതയായ അമ്മയ്ക്ക് ജനിക്കുന്ന കുഞ്ഞ് എന്നീ തുടങ്ങിയ ആൾക്കാരിലായിരിക്കും ഈ HIV രോഗബാധ, എയ്ഡ്സ് രോഗബാധ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതൊരു കോമൺ സെൻസാണ്, നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ NCERT കൊടുത്തിരിക്കുന്നത്. അതായത് കെട്ടിപ്പിടിക്കുന്നതിലൂടെയോ ഭക്ഷണം ഷെയർ ചെയ്യുന്നതിലൂടെയോ ഒന്നും എയ്ഡ്സ് പകരുന്നില്ല. കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് പകരുന്നത് എന്നതിൻ്റെ രീതിയാണ് NCERT പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. എ മാൻ കോൺട്രാക്ട്സ് HIV ഈവൻ തോ ഹിസ് പാർട്ട്ണർ ഈസ് ഹെൽത്തി. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ഹെൽത്തി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് HIV ലഭിക്കുന്നു. എന്തായിരിക്കും അതിന് കാരണം എന്ന് പറയുന്നത്? ഹാവിങ് പ്രൊട്ടക്റ്റഡ് സെക്സ് ഉള്ളത് കൊണ്ടല്ല. പ്രൊട്ടക്റ്റഡ് സെക്സ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സേഫാണ്. മെയിൻറ്റെയിനിങ് ഹെൽത്തി ഡയറ്റ് വന്നു കഴിഞ്ഞാൽ സേഫായിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടായിരിക്കും ഇരിക്കുക. ഹാവിങ് മൾട്ടിപ്പിൾ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ പാർട്ട്നേഴ്സ്, അവിടെയാണ് പ്രശ്നം. ഒന്നിലധികം വ്യക്തികളുമായിട്ട് ലൈംഗിക ബന്ധം ഉണ്ടെങ്കിൽ, അതിൽ ആർക്കെങ്കിലും HIV ഉണ്ടെങ്കിൽ അതിലൂടെ പകരാനുള്ള ചാൻസ് ഉണ്ട്. ഓപ്ഷൻ സി, സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള, നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള നീഡിൽസ് കുത്തിവെച്ച് കഴിഞ്ഞാൽ ആ വൈറസ് ഒന്നും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ അതിലൂടെ പകരുന്നില്ല. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് കോൺട്രസെപ്റ്റീവ് പിൽ? കോൺട്രസെപ്റ്റീവ് പില്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോൺട്രസെപ്റ്റീവ്, ഒന്നാമത്തത്, ദേ ആർ ഹൈലി എഫക്റ്റീവ് ഫോം ഓഫ് ബർത്ത് കൺട്രോൾ വെൻ ടേക്കൺ കറക്റ്റ്ലി. ഓപ്ഷൻ ബി, ദേ കണ്ടെയ്ൻ സിന്തറ്റിക് ഹോർമോൺ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ദാറ്റ് പ്രിവെൻറ്റ് ഓവുലേഷൻ. Option C, they can cause side effect like irregular bleeding or nausea in some cases, some uses. They protect against sexually transmitted infection. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ NCERT പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. എന്താണ് NCERT ടെക്സ്റ്റ് ബുക്ക്, 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്, ഗർഭനിരോധന മാർഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. ദീസ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഫോൾ ഇൻ എ നമ്പർ ഓഫ് കാറ്റഗറി. ഇതിനെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാനായിട്ട് സാധിക്കും. വൺ കാറ്റഗറി ഈസ് എ ക്രിയേഷൻ ഓഫ് മെക്കാനിക്കൽ ബാരിയർ. ഒരു മെക്കാനിക്കലായിട്ടുള്ള ബാരിയർ, തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് സ്പേമും ഓവവും തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. അത് കൂട്ടിമുട്ടിയാലായിരിക്കും ഗർഭധാരണം സംഭവിക്കുക. അപ്പോൾ അതിനെതിരെ ഒരു മെക്കാനിക്കലായിട്ടുള്ള, ഒരു ഫിസിക്കലായിട്ടുള്ള ബാരിയർ ഉണ്ടാക്കുക. കോണ്ടംസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. കോണ്ടംസ് ഓൺ ദ പീനസ് ഓർ സിമിലർ കവറിങ്സ് വോൺ ഇൻ ദ വജൈനയിലും അതുപോലെ തന്നെ പീനസിലുമായിട്ട് വെക്കുന്ന റബ്ബർ പ്രോഡക്ട്സ് ആയിട്ടുള്ള കോണ്ടംസ് എന്ന് പറയുന്ന മെക്കാനിക്കൽ ബാരിയേഴ്സ് ആണ്. അനദർ കാറ്റഗറി ഓഫ് കോൺട്രസെപ്റ്റീവ് ആക്ട് ബൈ ചേഞ്ചിങ് ദ ഹോർമോണൽ ബാലൻസ്. നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോണൽ ബാലൻസിലെ കൺട്രോൾ വരുത്തുന്നതിലൂടെ ഈ ഒരു ഗർഭധാരണം തടയുന്ന ചില ബാരിയേഴ്സ് ഉണ്ട്, കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ദീസ് ഡ്രഗ്സ് കോമൺലി നീഡ് ടു ബി ടേക്കൺ ഓറലി ആസ് പില്ലുകളായിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ ഹോർമോണൽ ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന കോൺട്രസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഹൗവർ സിൻസ് ദേ ചേഞ്ച് ഹോർമോണൽ ബാലൻസ് ദേ ക്യാൻ കോസ് സൈഡ് എഫക്റ്റ് ടു. ഈ ഹോർമോണൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട് അത് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്. Other contraceptive devices such as loop or copper T are placed in the uterus. യൂട്രസിൻ്റെ ഉള്ളിലേക്ക്, ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് ലൂപ്പ് അതുപോലെ തന്നെ കോപ്പർ ടീ ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസ് എന്ന് പറയും. ടു പ്രിവെൻറ്റ് പ്രഗ്നൻസി, ഗർഭധാരണം തടയാൻ വേണ്ടി. ഇവർ കുറച്ച് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റ്? ഇറിറ്റേഷൻ ഓഫ് ദ യൂട്രസ്, ഗർഭപാത്രത്തിൻ്റെ ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വാസ് ഡെഫേൺസ്, പുരുഷന്മാരിലെ വാസ് ഡെഫേൺസിനെ ബ്ലോക്ക് ചെയ്താൽ സ്പേം ട്രാൻസ്ഫർ തടയും. അതുപോലെ തന്നെ ഫല്ലോപ്പിയൻ ട്യൂബ്, ഫീമെയിലിലെ ഫല്ലോപ്പിയൻ ട്യൂബ് അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ട്രാൻസ്ഫറും അവിടെ എഗ്ഗ് യൂട്രസിലെത്തുന്നതും തടയാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ സർജിക്കലി കെട്ടുന്ന മെത്തേഡ് ഉണ്ട്. സർജിക്കലി അതിനെ മുറിച്ച് കെട്ടുന്ന മെത്തേഡ് ഉണ്ട്. അത് NCERT പറയുന്നുണ്ട്. ആ ഒരു ചിത്രത്തിലേക്ക് നമുക്ക് പോകാം. പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. പുരുഷന്മാരിൽ വാസ് ഡെഫേൺസിനെ മുറിച്ച് കട്ട് ചെയ്യും. ഇതൊരു സർജിക്കൽ മെത്തേഡാണ്. ഇതിനെ വാസ് ഡെഫേൺസിനെ മുറിച്ച് അതിനെ കെട്ടിവെക്കുന്നത് കൊണ്ട് തന്നെ വാസെക്ടമി എന്നാണ് പറയുന്നത്. സർജിക്കൽ മെത്തേഡ് വാസെക്ടമി. ഫല്ലോപ്യൻ ട്യൂബ്, സ്ത്രീകളിൽ ഫല്ലോപ്യൻ ട്യൂബ് മുറിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഫല്ലോപ്യൻ ട്യൂബാണ് മുറിച്ച് കെട്ടുന്നത്. അതുകൊണ്ട്
ട്യൂബെക്ടമി എന്ന് പറയും. അപ്പോൾ സർജിക്കൽ മെത്തേഡായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഈ വാസെക്ടമിയും അതുപോലെ തന്നെ ട്യൂബെക്ടമിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. എന്താണ് ചോദ്യം പറയുന്ന കാര്യം, ചോദ്യത്തിലെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നമുക്ക് വായിച്ചു നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് കോൺട്രസെപ്റ്റീവ് പിൽ? കോൺട്രസെപ്റ്റീവ് പില്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദേ ആർ ഹൈലി എഫക്റ്റീവ് ഫോം ഓഫ് ബർത്ത് കൺട്രോൾ വെൻ ടേക്കൺ കറക്റ്റ്ലി. ഹൈലി എഫക്റ്റീവ് ആണ്, ശരിയാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ബർത്ത് കൺട്രോൾ മെത്തേഡാണ്. ദേ കണ്ടെയ്ൻ സിന്തറ്റിക് ഹോർമോൺ സച്ച് ആസ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ദാറ്റ് പ്രിവെൻറ്റ് ഓവുലേഷൻ. ഓവുലേഷൻ തടയുന്ന സിന്തറ്റിക് ഹോർമോണുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതെ, ശരിയാണ്. നമ്മൾ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രജൻ പോലെയുള്ള പ്രൊജസ്ട്രോൺ പോലെയുള്ള കെമിക്കൽസ് ആണ് ഇവിടെ ഉള്ളത്. They can cause side effect like irregular bleeding or nausea in some uses. ഇത് കൂടുതൽ ഹോർമോണിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ തലചുറ്റൽ, അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൈഡ് എഫക്റ്റ് ആണ്, ഇതും ശരിയാണ്. ദേ പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനെ ഇതൊരിക്കലും തടയുന്നില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഗർഭധാരണം തടയുന്നുണ്ട്, പക്ഷേ STDകളെ തടയാൻ ഇത് പ്രാപ്തമല്ല അല്ലെങ്കിൽ യോഗ്യമല്ല. അപ്പോൾ ഇൻകറക്റ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് കോൺട്രസെപ്റ്റീവ് മെത്തേഡ് പ്രൊവൈഡ്സ് ഡുവൽ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് പ്രഗ്നൻസി ആൻഡ് മോസ്റ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്? രണ്ട് എഫക്റ്റ് ഉണ്ടാക്കണം. എന്തൊക്കെയാണ്? പ്രഗ്നൻസി തടയണം, അതുപോലെ തന്നെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസും തടയണം. അതിന് പറ്റിയിട്ടുള്ള ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് മെക്കാനിക്കൽ ബാരിയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. അങ്ങനെ പെടുന്ന ഒരാളാണ് മെയിൽ കോണ്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ മെയിൽ കോണ്ടം ആണെങ്കിൽ ഗർഭധാരണവും തടയാം, അതുപോലെ തന്നെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളും നമുക്ക് തടയാനായിട്ട് പറ്റും. ബാക്കിയുള്ളവ ഗർഭധാരണം തടയുക എന്നുള്ള പ്രോസസ്സിനെ മാത്രമേ സഹായിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. ദ സെക്ഷൽ ആക്ട് ഈസ് എ വെരി ഇൻറ്റിമേറ്റ് കണക്ഷൻ ഓഫ് ബോഡീസ് ആൻഡ് ദർ ആർ മെനി ഡിസീസസ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് സെക്ഷുവലി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ? നമ്മളെ STDയുടെ കാറ്റഗറൈസേഷൻ ആണ് ഇവിടെ പറയുന്നത്. ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗം ഏതൊക്കെയാണ്? ബാക്ടീരിയ നമ്മൾ GS എന്ന് പഠിച്ചു വെച്ചു അല്ലേ. ഗൊണേറിയ, അതുപോലെ തന്നെ സിഫിലിസ്. ഗൊണേറിയ ആൻഡ് സിഫിലിസ്. ഓപ്ഷൻ സി, ബോത്ത് ഗൊണേറിയ ആൻഡ് സിഫിലിസ്. വാർഡ്സ് എന്ന് പറയുന്നത് എന്ത് കാരണമാണ്? വൈറസ് കാരണമാണ്. STD ആണ്, പക്ഷേ വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്. ഓക്കെ, അടുത്ത ചോദ്യം. Which contraceptive method is most appropriate for a couple who wishes to avoid both hormonal and surgical? ഹോർമോണൽ വേണ്ട, അതുപോലെ തന്നെ സർജിക്കൽ വേണ്ട. ഹോർമോണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോർമോണൽ എന്ന് പറയുന്നത് ഹോർമോണൽ എന്ന് പറയുന്നത് പിൽസ് ആണ്, മരുന്നാണ്, ഗുളികകളാണ്. ഓക്കെ, അതുപോലെ തന്നെ സർജിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? സർജിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഡിവൈസ് സർജിക്കലായിട്ടും നോൺ സർജിക്കലായിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കോപ്പർ ടീ എന്ന് പറയുന്ന സർജിക്കലായിട്ടൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാറുണ്ട് യൂട്രസിലേക്ക്. അപ്പോൾ അതും പറ്റില്ല. നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡും അത് അത്ര സേഫ് അല്ല, ഗർഭധാരണം ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. യൂസിങ് ബാരിയർ മെത്തേഡ്സ് ലൈക്ക് കോണ്ടം എന്നുള്ളതാണ് ഈ ഒരു കപ്പിളിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഗർഭ നിരോധന മാർഗം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി, യൂസിങ് ബാരിയർ മെത്തേഡ്സ് ലൈക്ക് കോണ്ടം. ഓക്കെ, സോ ഹോർമോണൽ പിൽസ്, അതുപോലെ തന്നെ സർജിക്കൽ, കോപ്പർ ടീ ഒന്നും പറ്റില്ല. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വൈ ഈസ് പ്രാക്ടീസിങ് സേഫ് സെക്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടി സേഫ് സെക്സ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ഇറ്റ് എൻഷുവേഴ്സ് ഹോർമോണൽ ബാലൻസ് ഇൻ ദ ബോഡി. തെറ്റാണ്. ഇറ്റ് ഇൻക്രീസസ് ഫെർട്ടിലിറ്റി. തെറ്റാണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. യെസ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ് സെക്സ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബർത്ത് കൺട്രോൾ മെത്തേഡ് ക്യാൻ കോസ് ഹോർമോണൽ ഇംബാലൻസ് ആൻഡ് പ്രോബബ്ലി ഹെൽത്ത് ഇഷ്യൂസ്? ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നതാണ് പിൽസ് ആണ് അല്ലേ. ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ആണ് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്റ്റാണ്. ദ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എയ്ഡ്സ് ഈസ് കോസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഓപ്ഷൻ എ, വൈറസ് അല്ലേ. വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ്, HIV വൈറസ് കാരണം.
ഇൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ദ എയിം ഓഫ് കോൺട്രസെപ്ഷൻ, ഗർഭനിരോധനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ടു പ്രിവെൻറ്റ് അൺപ്ലാൻഡ് പ്രഗ്നൻസി എന്നുള്ളതാണ് അല്ലേ. ആസൂത്രണം ചെയ്യാത്ത അവിചാരിതമായിട്ടുള്ള ഗർഭധാരണം തടയുക എന്നുള്ളതാണ് കോൺട്രസെപ്റ്റീവ് മെത്തേഡുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺട്രസെപ്റ്റീവ് ഡിവൈസ് പ്രിവെൻറ്റ് സ്പ്രെഡിങ് ഓഫ് STD? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ തടയുക എന്നുള്ള എഫക്റ്റ് കൂടി ചെയ്യുന്ന ആരാണ്? അത് മെക്കാനിക്കൽ ബാരിയർ ആയിട്ടുള്ള കോണ്ടങ്ങളാണ്. കോണ്ടംസ്. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബേസിക് റിക്വയർമെൻറ്റ് ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? ഇഗ്നോറിങ് ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസൻസ്, കൗമാരപ്രായത്തിലെ മാറ്റങ്ങളെ അവഗണിക്കാതിരിക്കുക, അത് ഒരു നല്ല മാർഗമല്ല. അവോയ്ഡിങ് ഓൾ മെഡിസിൻ, എല്ലാ മരുന്നുകളും അവോയ്ഡ് ചെയ്യുക അല്ല. സേഫ് സെക്സ് പ്രാക്ടീസസ് ആൻഡ് അവയർനെസ് അബൌട്ട് കോൺട്രസെപ്ഷൻ, ഗർഭനിരോധന മാർഗങ്ങളെ പറ്റിയും അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ലൈംഗിക ശീലങ്ങളെ പറ്റിയുള്ള പ്രോപ്പറായിട്ടുള്ള അറിവാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഗുഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് എൻഷുവേഴ്സ് പ്രിവെൻഷൻ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഡ്യൂറിങ് സെക്ഷൽ ഇൻ്റർകോഴ്സ്? ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് എൻഷുവേഴ്സ് പ്രിവെൻഷൻ ഓഫ് STD? പ്രിവെൻഷൻ ഓഫ് STD എന്ന് പറയുമ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ ബാരിയർ ആയിട്ടുള്ള കോണ്ടം തന്നെ ഓർത്ത് വെക്കണം. STD തടയുന്നത് അതുപോലെ തന്നെ ഗർഭധാരണം തടയുന്നത് രണ്ടും ഒരുപോലെ ചെയ്യുന്ന എന്താണ്? കോണ്ടങ്ങളാണ്. ഓപ്ഷൻ ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹ്യൂമൻ ഡിസീസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഡ്യൂറിങ് സെക്ഷൽ ആക്ടിലൂടെ, ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഡിസീസ് ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അല്ലേ. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് HIV ഇൻഫെക്ഷൻ? HIV ഇൻഫെക്ഷൻ പകരുന്ന രീതി അല്ലാത്തത് ഏതാണ്? ഹഗ്ഗിങ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ, എയ്ഡ്സ് രോഗിയെ കെട്ടിപ്പിടിക്കുന്നതിലൂടെ ഒരിക്കലും രോഗം പകരുന്നില്ല. ഇത് തന്നെ. ഓപ്ഷൻ ബി, ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് പകരും. അതുപോലെ തന്നെ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ പകരും. ഷെയറിങ് ഇൻഫെക്റ്റഡ് നീഡിൽ പകരും. ഓക്കെ, സോ ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ തന്നെ ഈ പറഞ്ഞ HIV എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം പകരാറുണ്ട്. അടുത്ത സെറ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഹൗ ക്യാൻ ദ ട്രാൻസ്മിഷൻ ഓഫ് സർട്ടൻ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ക്യാൻ റെഡ്യൂസ്ഡ് ഡ്യൂറിങ് സെക്ഷൽ ആക്ടിവിറ്റി? എങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും? ഓക്കെ, അതിന് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? ബൈ യൂസിങ് പ്രൊട്ടക്ഷൻ സച്ച് ആസ് കോണ്ടംസ് ഡ്യൂറിങ് ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് എന്ത് ഉപയോഗിക്കുക? കോണ്ടംസ് പോലുള്ള പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് HIV ട്രാൻസ്മിഷൻ? HIV പകരുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സിൽ ട്രൂ എന്താണ്? HIV ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ മോസ്കിറ്റോ ബൈറ്റ്സ്, ഒരിക്കലും പറ്റില്ല. HIV ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ കാഷ്വൽ കോണ്ടാക്ട്, ഒരിക്കലും പറ്റില്ല. HIV ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ എയറോസോൾ, നമ്മൾ തുമ്മിയാലോ അല്ലെങ്കിൽ അതിലുള്ള ഡ്രോപ്ലെറ്റ്സിലൂടെയോ പകരാറുണ്ട്, അതും തെറ്റാണ്. HIV ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ആക്ടിലൂടെയാണ് ഇത് പ്രധാനമായിട്ടും പകരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? ജങ്ക് ഫുഡ് ഒരിക്കലുമല്ല. ഏർലി മാരേജ് അല്ല. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ കെയർ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള അവബോധം സൃഷ്ടിക്കുക, ആരോഗ്യ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വൈദ്യസഹായവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സേഫ് സെക്സ് മെത്തേഡ് ടു ഹെൽപ്പ് പ്രിവെൻറ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് HIV തടയാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ്? യൂസിങ് കോണ്ടംസ് ഡ്യൂറിങ് സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് കോണ്ടംസ് യൂസ് ചെയ്യുക എന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് മോസ്റ്റ് അറ്റ് റിസ്ക് ഓഫ് HIV ഇൻഫെക്ഷൻ പകരാൻ അല്ലെങ്കിൽ കിട്ടാനായിട്ട് ഏറ്റവും സാധ്യതയുള്ളവരാരാണ്? പേഴ്സൺ ഹൂ മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, അദ്ദേഹത്തിന് വരാനുള്ള സാധ്യത കുറവാണ്. ഇൻഡിവിജ്വൽ ഹൂ ഹാവ് മൾട്ടിപ്പിൾ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ പാർട്ട്നേഴ്സ്, ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം. പീപ്പിൾ ഹൂ ഡു നോട്ട് എക്സസൈസ് റെഗുലർലി, ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ വരാൻ ചാൻസ് ഇല്ല എന്നല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. പീപ്പിൾ ഹൂ എക്സസൈസ് റെഗുലർലി അല്ല. സോ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗ്രൂപ്പ് ഡിക്ക് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുമായി. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് HIV പറ്റിയാണ്. അത് പകരുന്ന രീതികളെ പറ്റിയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പോവുക. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഓൾ.